നമസ്കാരം. പെരികവന ശ്രീനാഥ് നമ്പൂതിരി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്ര നക്ഷത്രങ്ങളടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴസഞ്ചാരം എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കർമ്മസ്ഥാനത്തേക്കാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിവശാലുള്ള ഒരു ഫലം നമുക്ക് പറയേണ്ടത്. 10ാം ഭാവത്തിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു വ്യാഴം എന്നുള്ളത് തന്നെ 10ാം ഭാവത്തിൻ്റെ എല്ലാ സവിശേഷതകളും നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. വിശേഷപ്പെട്ട ഐശ്വര്യാദി ഗുണങ്ങൾ ശുക്രക്ഷേത്രത്തിലാണ് വ്യാഴം എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ സഹായ രാശി കൂടിയായ 3ാം ഭാവത്തിൽ അവൻ രാശി കൂടിയായതുകൊണ്ട് ദൈവികമായ വിചാരമുള്ളവരെ സംബന്ധിച്ചും മനസ്സിൽ നല്ലതുപോലെ നന്മയുള്ളവരെ സംബന്ധിച്ചും ഇല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് വളരെയധികം ശ്രേഷ്ഠതയിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് പോലെ നന്മയുള്ളവർക്ക് എപ്പോഴും ഭഗവാൻ കൂട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ അനവധി സവിശേഷതകൾ ഈ ഒരു വിചാരത്തോടു കൂടി ചിന്തിക്കുന്നവർക്ക് സാധിക്കും. പ്രത്യേകിച്ചും അവർക്ക് പിതൃഗുണങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം മുഖ്യമായി ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവരുടെ കർമ്മ തടസ്സങ്ങൾ വളരെയധികം യാതൊരു സംശയമില്ലാതെ തന്നെ ഈ ഒരു മെയ് ജൂൺ മാസത്തോടു കൂടിയിട്ട് നീങ്ങി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ യാതൊരു തർക്കം വേണ്ട. അങ്ങനെയെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് അനവധി യോഗങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു തടസ്സം നീങ്ങുന്നതിനും ആ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലം ഉള്ളത് കൊണ്ട് തന്നെ പഠിച്ചതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പഠിപ്പ് പൂർത്തീകരിക്കുന്നവർക്ക് അനവധി ഭാഗ്യങ്ങൾ കാണാം. ഇപ്പോൾ ഇടക്കാലത്ത് അതങ്ങനെ കാണാൻ തന്നെ നമുക്ക് സാധിക്കും. ആ നക്ഷത്രത്തിൽ പെടുന്നവർ അവരങ്ങനെ തന്നെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിൻ്റെ ഏകദേശം അവസാന കാലഘട്ടത്തിലൂടെ തന്നെ അവരിതാ എൻട്രൻസിലൂടെ നേരെ പോവുകയാണ്, അല്ലെങ്കിൽ നേരെ തന്നെ ജോലിയിലേക്ക് എത്തുകയാണ്. ഇങ്ങനെയുള്ളൊരു മഹാഭാഗ്യം ഇന്നത്തെ കാലത്ത് നമ്മളുടെ നാട്ടിനൊക്കെ സംബന്ധിച്ച് എത്രയോ പേര് വിദ്യാഭ്യാസ യോഗ്യതകൾ കൊണ്ട് ഇപ്പോഴും ജോലിയില്ലാതെ നടക്കുന്നു എന്നുള്ള ഒരു വിഷമം ഉള്ളത് കൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കുമ്പോൾ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവരുടെ പഠനം വളരെയധികം ശ്രേഷ്ഠതയിലെത്തും. ഉപരിപഠനങ്ങളും അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിലേക്കുള്ള കാലുവയ്പും വളരെയധികം സുഗമമായി പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കും ഈ ഒരു കാലഘട്ടം. അങ്ങനെയെങ്കിൽ നേത്രരോഗങ്ങളാവട്ടെ, തൊണ്ട സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ, അതോടൊപ്പം തന്നെ പിത്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാണ് ഒന്ന് അലട്ടാൻ സാധ്യത ഈ ചിങ്ങക്കൂറുകാർക്ക്. മറ്റുള്ള വിഷയങ്ങളൊക്കെ ഒരു സാമാന്യമായി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതായിരിക്കാം, നമ്മുടെ നിയന്ത്രണത്തിലുള്ളതായിരിക്കാം ജീവിതം എന്നുള്ളതെങ്കിൽ ഈ അസുഖം എന്നുള്ളത് ഈ ഒരു കാലഘട്ടം അവിചാരിതമായിട്ടുള്ള രോഗസാധ്യതകൾ ഉള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തടസ്സം നീങ്ങി വരുന്നതിന് ഈ ആദ്യത്തെ ഒരു 3 മാസ കാലഘട്ടം വളരെയധികം നല്ലതാണ്. മെയ് മാസത്തോടു കൂടിയിട്ട് വാഹനം ആഗ്രഹിക്കുന്നവർക്ക് നിഷ്പ്രയാസം അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങി വരും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. വാഹനാദി വിഷയങ്ങളിൽ തടസ്സം ഉള്ളവരെ സംബന്ധിച്ചോ അതിൻ്റെ റിപ്പയർ കാര്യങ്ങളെ കൊണ്ട് ഒക്കെ ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ചൊക്കെ ഒരു മാറ്റം, ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ പേര് വാഹനം ഓടിച്ച് ജീവിക്കുക അല്ലേ, വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സായിട്ടുള്ളവരെ സംബന്ധിച്ചൊക്കെ ചെറിയൊരു പണി പോലും അവരെ സംബന്ധിച്ച് അത് വലിയൊരു ശക്തിയോടുള്ള ഇടിയാണ്. അവരുടെ നിത്യജീവിതത്തിലേക്കുള്ള ഒരു തട്ടാണത്. അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുക, അതൊക്കെ വലിയ കാര്യമാണ്. ഓരോരുത്തരുടെ ജീവിതം നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളവർക്കൊക്കെ വളരെ സമാശ്വാസമുള്ള ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷം തന്നെയായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങളുള്ളവർക്ക് സ്ഥലം വാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ ഭൂമി വിൽക്കുന്ന ക്രയവിക്രയാദി വിഷയങ്ങളിലൊക്കെ വളരെ അനുകൂലം. ഇനി സ്ഥലം വെച്ചിട്ട് വിൽക്കാൻ വേണ്ടി സാധിക്കാത്തവർ, അനവധി ബുദ്ധിമുട്ടുകളുള്ളവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരൊക്കെ സ്ഥലം വിറ്റിട്ട് അത് തീർക്കാൻ നിൽക്കുന്നവർക്കൊക്കെ ആ തടസ്സം നീങ്ങി വരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എത്രയോ പേരോട് ഇവിടെ വന്നപ്പോൾ തന്നെ ഭൂമി സംബന്ധപ്പെട്ട പ്രശ്നത്തിനൊക്കെ അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു കാലഘട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിലുള്ള പുരോഗതി സൂചിപ്പിച്ചു. വിവാഹാദി വിഷയങ്ങളിലും ഏറെക്കുറെ തടസ്സങ്ങളൊക്കെ മാറി വന്ന് ആ ശുക്രൻ്റെ ഒരു സ്ഥിതി മീനൻ രാശിയിലുള്ളത് അത് മേടൻ രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോഴൊക്കെയും ഒരു അനുകൂലത്തിലേക്ക് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. എങ്കിൽ ജാതക സംബന്ധപ്പെട്ടിട്ടുള്ള ഗ്രഹവശാലുള്ള ജാതക ദശ എന്നുള്ളത് വളരെ മുഖ്യമാണ്. ഈ ഫലങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഇപ്പം മിക്കവാറും ഇപ്പോൾ പറയുമ്പോൾ പല കമൻസും എന്തെങ്കിലും അബദ്ധമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതാണ് നമുക്ക് തോന്നാറ്. കാര്യം അതിൻ്റെ ഒരു 2 ഭാഗവും മനസ്സിലാക്കാതെ നമ്മളതിനെ വെറുതെ നിർണ്ണയിച്ചതിനെ കൊണ്ട് കാര്യമില്ല. നമുക്കിതൊക്കെ പൂർത്തീകരിക്കുമ്പോഴാണ് ഈ ഒരു അനുഭവത്തെ നമുക്ക് കിട്ടുക. അല്ലാതെ ഒരാളുടെ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലല്ലോ. അപ്പോൾ ആ ഒരു യോഗമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചിങ്ങക്കൂറുകാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ
അത്തരത്തിലുള്ള ശ്രദ്ധ നമുക്കുണ്ടാവട്ടെ. ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമം, ദേവീ മാഹാത്മ്യം 4, 7, 11 അധ്യായങ്ങൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഓരോ ദിവസങ്ങൾ വിട്ട് വായിക്കുന്നതും പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. വിശേഷപ്പെട്ട് ദേവീക്ഷേത്രത്തിൽ ചെയ്യുന്നതോടുകൂടി ആരോഗ്യ ക്ലേശങ്ങളിൽ നിന്നും ഒട്ടുമിക്ക ആൾക്കാരും രക്ഷ നേടുന്നതും മുക്തി നേടുന്നതായിട്ട് കാണാൻ ഈ ഒരു കാലഘട്ടം ഉപാസനയ്ക്ക് വളരെയധികം നല്ലതാണ്. അനവധി ആൾക്കാർ ഉപാസനകളും ദീക്ഷകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. വിവിധ മതത്തിലാവട്ടെ എല്ലാ മതത്തിലും ഈ ഉപാസനകളും ദീക്ഷകളൊക്കെ നമുക്കതിൻ്റെ കുറച്ചകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ ഉപാസനകൾക്കും മറ്റൊക്കെ നമ്മുടെ മനസ്സിനെ നല്ലതുപോലെ സ്ഥിരീകരിക്കാനുള്ള ഒരു ലക്ഷ്യമാണതൊക്കെ. അതിനൊക്കെയുള്ള പറ്റിയിട്ടുള്ള ഒരു സമയമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നിവേദ്യം വ്യാഴാഴ്ച ദിവസം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും മുടങ്ങിപ്പോയ പിതൃതർപ്പണാദികളൊക്കെ ഒന്ന് പൂർത്തീകരിക്കുന്നത് ഈ ഒരു വർഷകാലഘട്ടം ഈ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിക്ക് വളരെയധികം ഉയർച്ച നൽകും. ഈ ഒരു ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും. അവർക്കൊക്കെ വീണ്ടും 100 കോടി സന്തോഷം അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.